നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും തിളങ്ങുന്ന ഒരു മഹത്തായ സ്മാരകം, ഡൽഹിയുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ലാൽ ക്വില. ഈ മഹത്തായ കോട്ടയെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ നമ്മൾ ഒരു രാജകീയ കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്യുന്നത് പോലെ തോന്നും. 1639 മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം 1648 ഇത് പൂർത്തിയായി. ഇത് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ പുതിയ തലസ്ഥാനമായ ഷഹജഹാനാബാദിന്റെ ഭാഗമായാണ്. ഈ കോട്ടയ്ക്ക് റെഡ് ഫോർട്ട് എന്ന പേര് കിട്ടിയത് അതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച ചുവന്ന സാൻഡ്സ്റ്റോൺ കാരണമാണ്. കോട്ടയുടെ വലിയ ചുവരുകൾ, മനോഹരമായ ഗേറ്റുകൾ, രാജകീയ ഹാളുകൾ എല്ലാം മുഗൾ വാസ്തുശില്പത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. പിന്നെ ഈ റെഡ് ഫോർട്ടിന്റെ ഉള്ളിൽ പ്രധാനമായും കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് ജനങ്ങൾക്ക് രാജാവ് കേൾക്കുന്ന ഹാള്, പിന്നെ രാജകീയ സ്വകാര്യ മീറ്റിംഗ് ഹാള്, പിന്നെ മനോഹരമായ മുഗൾ ഗാർഡനുകൾ, പിന്നെ പഴയ രാജകീയ കൊട്ടാരമുറികൾ എന്നിവ. എന്നാൽ ഈ കോട്ടയ്ക്ക് ഒരു സമാധാന ചരിത്രം മാത്രമല്ല, യുദ്ധങ്ങളും ആക്രമണങ്ങളും നിറഞ്ഞ ചരിത്രവുമുണ്ട്. 1739 പേർഷ്യൻ ചക്രവർത്തി നാദിർ ഷാ ഈ കോട്ട ആക്രമിച്ച് വലിയ സമ്പത്ത് കൊള്ളയടിച്ചു. 1857 ഇന്ത്യൻ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ കോട്ടയുടെ നിയന്ത്രണം പിടിച്ചു. എന്നാൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നമ്മുടെ ആദ്യ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ഇതേ റെഡ് ഫോർട്ടിൽ നിന്നാണ് ദേശീയ പതാക ഉയർത്തിയത്. അത് ഇന്നും ഇന്ത്യയുടെ അഭിമാന നിമിഷമായി നിലനിൽക്കുന്നു. ഇന്ന് റെഡ് ഫോർട്ട് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഓരോ വർഷവും ഇൻഡിപെൻഡൻസ് ഡേയിൽ പ്രൈം മിനിസ്റ്റർ ഇവിടെ നിന്നാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇതിന്റെ ചില രസകരമായ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇതിന്റെ മതിലുകൾ ഏകദേശം 2.4 കിലോമീറ്റർ നീളമുള്ളതാണ്. മുഗൾ രാജ്യത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു ഇത്. ചില പഴയ രഹസ്യ ടണൽസ് ഉണ്ടെന്ന് പോലും പറയപ്പെടുന്നുണ്ട്. റെഡ് ഫോർട്ട് ഒരു കെട്ടിടമല്ല, അത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ചരിത്രവും ഫാക്റ്റുകളും അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.